2022 CGL പ്രിലിംസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 10 പേര് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 4 പേര് ലീവ് ചെയ്തു. അത് കാരണം 40 ദിവസം കൊണ്ട് തീരേണ്ട വർക്ക് 50 ദിവസം എടുത്തേക്കാണ്. ഈ 4 പേര് എത്ര ദിവസം കഴിഞ്ഞാണ് ലീവ് ചെയ്തതാണ് വെച്ചിരിക്കുന്നത്. അതായത് 10 പേരുടെ 40 ദിവസത്തെ വർക്കായിരുന്നു ഓൾറെഡി പറഞ്ഞേക്കുന്ന വർക്ക്. അതിൽ നിന്ന് 4 പേര് ഇറങ്ങി, അത് കാരണം വർക്ക് 50 ദിവസത്തേക്ക് നീണ്ടു. ഇത് ചെയ്യേണ്ട ഇങ്ങനെ ആലോചിക്കാം, 10 പേരുടെ 40 ദിവസത്തെ വർക്കായിരുന്നു ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിന് 4 പേര് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ആ 4 പേരല്ല വർക്ക് ചെയ്യുന്നത്, ബാക്കിയുള്ള 6 പേരാണ്. അപ്പൊ ഈ 4 പേരുടെ ബാക്കിയുള്ള ദിവസങ്ങളിലെ വർക്ക് അത് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും. അത് കാരണം 40 ദിവസം കൊണ്ട് വർക്ക് തീരുന്നില്ല, എക്സ്ട്രാ ഡേയ്സ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേക്കുന്നത്? 50 ദിവസം 10 ദിവസം എക്സ്ട്രാ ഡേയ്സ് വർക്ക് ചെയ്തേക്കാണ്. ആരാണ് വർക്ക് ചെയ്തേക്കുന്നത്? ബാക്കിയുള്ള 6 പേര് ഒരു 10 ദിവസം വർക്ക് ചെയ്തിട്ടാണ് ആ പെൻഡിങ്ങുള്ള വർക്ക് തീർത്തേക്കുന്നത്. ഞാൻ പറഞ്ഞേക്കുന്നത് 10 പേര് ചെയ്യേണ്ട വർക്ക്, 10 പേര് 40 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്കിൽ 4 പേര് ഇറങ്ങുകയാണെങ്കിൽ ആ 4 പേരുടെ ബാക്കിയുള്ള ദിവസം റിമൈനിങ് ഡേയ്സിലെ വർക്ക് അവിടെ ബാക്കി പെൻഡിങ് എടുക്കും. അപ്പൊ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഡേയ്സ് എടുക്കുന്നത്. ഇവിടെ 40 ദിവസത്തിൽ തീർക്കേണ്ട വർക്ക് 50 ദിവസത്തിലാണ് തീർത്തെങ്കിൽ 10 ദിവസം എക്സ്ട്രാ വർക്ക് ചെയ്തേക്കാണ് ഈ ബാക്കിയുള്ള 6 പേര്. അപ്പൊ 6 പേരുടെ 10 ദിവസമുള്ള വർക്കാണ് ഈ 4 പേരുടെ റിമൈനിങ് ആയിട്ടുള്ള വർക്ക്. അല്ലെങ്കിൽ 4 പേരുടെ റിമൈനിങ് ആയിട്ടുള്ള വർക്കാണ് ഈ 6 പേര് എക്സ്ട്രാ 10 ദിവസം കൊണ്ട് ചെയ്തെന്ന് പറയാം. ഈ റിമൈനിങ് ഡേയ്സ് എന്ന് പറയുന്നത് 60/4 15 ദിവസമാണ്. 4 പേര് 15 ദിവസം വർക്ക് ചെയ്തില്ല. സോ എത്ര ദിവസം കഴിഞ്ഞ് ഇറങ്ങി എന്നുള്ളത് 25 ദിവസം കഴിഞ്ഞ് ഇറങ്ങി. 40-ൽ 25 ദിവസം കഴിഞ്ഞ് ഇറങ്ങി, ഇപ്പൊ ബാക്കി 15 ചെയ്തില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും ഷോർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്.